ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ സിറ്റ് ഔട്ട് പ്ലാന്റ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന പ്ലാന്റ്സൊക്കെ നിങ്ങൾക്ക് ഇൻഡോറിലാണെങ്കിലും അതുപോലെ ഷെയ്ഡഡ് ആയിട്ടുള്ള ഭാഗത്താണെങ്കിലും സിറ്റ് ഔട്ടിലാണെങ്കിലും ഒക്കെ വളർത്തിയെടുക്കുവാൻ പറ്റിയ പ്ലാന്റ്സ് ആണ്. ഇത് സ്പൈഡർ പ്ലാന്റിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ഒരു ഓർണമെൻ്റൽ ഗ്രാസ് ആണ്. വളരെ കാലം ഇത് നീണ്ടു നിൽക്കും. ഇത് ഒട്ടും നശിക്കാത്തൊരു നല്ല പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ അരേലിയ പ്ലാന്റ് ആണ്. അരേലിയ വെരിഗേറ്റഡ് ആണ്. ഇത് മഴക്കാലത്ത് നന്നായി തഴച്ച് വളരുന്ന, നല്ല ഫ്രഷായിട്ട് എപ്പോഴും ഇരിക്കുന്ന, എല്ലാ സീസണിലും ഫ്രഷായിട്ട് ഇരിക്കുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. ചെറിയൊരു കട്ടിങ്സ് മതിയാവും നമ്മുടെ ഗാർഡനിൽ നിറയെ ഈ ചെടികൾ വളർത്തിയെടുക്കുവാൻ പറ്റും. അരേലിയയുടെ മറ്റൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൽ അരേലിയ പ്ലാന്റ്സിൻ്റെ ധാരാളം വെറൈറ്റീസും ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കൂടെ കാണണേ. ഈ ഒരു പ്ലാന്റ് വേണമെങ്കിൽ നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ബൗളില്ലേ, ഈ ഗ്ലാസ് ബൗളിലൊക്കെ സെറ്റ് ചെയ്ത് അലങ്കരിച്ച് വെക്കാൻ പറ്റിയ നല്ലൊരു ഇൻഡോർ പ്ലാന്റും കൂടെയാണ്. അപ്പോൾ നല്ല സൂര്യപ്രകാശമുള്ള ഭാഗത്ത് ഇത് സെറ്റ് ചെയ്താലും ഇതിന് യാതൊരു കേടുപാടുകളും വരില്ല. കാരണം ഇതിൻ്റെ ഇലകൾ സെൻസിറ്റീവ് അല്ല. ഇത് ബിഗോണിയയുടെ ഒരു വെറൈറ്റിയാണ്. മുൻപേ ബിഗോണിയയുടെ വീഡിയോയിൽ ഞാൻ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണിത്. ബിഗോണിയയുടെ ഒട്ടുമിക്ക വെറൈറ്റീസും പെട്ടെന്ന് മഴക്കാലത്തൊക്കെ നശിക്കുന്നവയാണ്. പക്ഷേ ഈ ഒരു വെറൈറ്റി എത്ര മഴയാണെങ്കിലും നല്ല വെയിലാണെങ്കിലും കരിഞ്ഞു പോവാതെ നശിക്കാതെ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ്. അതുപോലെ ഹാങ്ങിങ് പ്ലാന്റായിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. നിറയെ ബുഷിയായിട്ടാണ് ഇത് വളരുന്നത്. അതുകൊണ്ട് തന്നെ ഹാങ്ങിങ്ങിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയിൽ വളരും. ഇതിൻ്റെ തണ്ടുകൾ കണ്ടില്ലേ, ഒരു റെഡ് കളറാണ്. ഇത് ബിഗോണിയയുടെ മറ്റൊരു ബ്യൂട്ടിഫുൾ വെറൈറ്റിയാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതും മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും ഒട്ടും നശിക്കാത്ത ഒരു ബിഗോണിയാണ്. ഇതിൻ്റെ തണ്ടുകളൊക്കെ സാധാരണ ബിഗോണിയ മാതിരി തന്നെയാണെങ്കിലും ഇത് പെട്ടെന്ന് നശിക്കാത്ത ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫ് തന്നെ കണ്ട് നല്ലൊരു പാറ്റേൺ ആണ്. ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫ്ലവേഴ്സ് മുൻപേ ഞാൻ ബിഗോണിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഇതിന് ഫ്ലവേഴ്സ് കണ്ടിട്ടില്ല എന്നാണ്. പക്ഷേ ഈ വർഷം ഇതിൽ പൂക്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള പൂക്കളായിരുന്നു. പക്ഷേ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇതിൽ പൂക്കൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ പൂക്കളൊന്നും ഇല്ല. അപ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ബിഗോണിയ പ്ലാന്റാണിത്. ശരിക്കും പറയുകയാണെങ്കിൽ 5 വർഷത്തോളമായി ഈ ഒരു പോട്ടിൽ ഈ ഒരു ചെടി ഞാൻ ഒട്ടും ശ്രദ്ധിക്കാത്ത ഒരു ചെടിയാണിത്. ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും നൽകാറില്ല. വേനൽക്കാലത്താണെങ്കിൽ അത്യാവശ്യം നനച്ച് കൊടുക്കും, അത്രയേ ഉള്ളൂ. മഴക്കാലത്ത് അത്ര പോലും കെയർ ചെയ്യാത്ത ഒരു പ്ലാന്റാണ്. പക്ഷേ കണ്ടില്ലേ, നല്ല ഫ്രഷായിട്ട് എപ്പോഴും ഇരിക്കും. ഇതിൻ്റെ തണ്ടുകളിൽ നിന്ന് നമുക്ക് പൊട്ടിച്ചെടുത്ത് മറ്റൊരു തൈ വളർത്തിയെടുക്കുവാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ ഇത് പിടിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു പ്ലാന്റ് നിർബന്ധമായിട്ടും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതാണ്. ഇത് മറ്റൊരു ലോങ് ലീഫ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ സെൻറ്ററിൽ വൈറ്റ് കളറാണ്, വൈറ്റ് ലൈനാണ് വരുന്നത്. അതുപോലെ ചില ലീഫിന് ഈ സൈഡിലായിട്ടാണ് വൈറ്റ് കളർ വരുന്നത്. വൈറ്റും ഗ്രീനും കലർന്നിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല. അതുപോലുള്ള മറ്റൊരു ലോങ് ലീഫ് പ്ലാന്റാണിത്. ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. നല്ല വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇതിൽ പൂക്കൾ വന്ന് കണ്ടിട്ടുള്ളൂ. നല്ല പൂക്കളാണ്. ഇത് നമുക്ക് വർഷത്തിൽ ഇങ്ങനെ കിഴങ്ങിൽ നിന്നാണ് ഈ ഒരു ചെടി ഉണ്ടാവുന്നത്. ചില സ്ഥലങ്ങളിൽ ഇത് ഒരു 5-6 മാസം നിന്നിട്ട് പൂക്കളൊക്കെ കഴിഞ്ഞാൽ നശിച്ച് പിന്നെ പിറ്റേ വർഷം ഉണ്ടാവുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ നശിച്ചിട്ടില്ല. ഇത് ജിഞ്ചർ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇത് ഒരു ഇഞ്ചി പോലുള്ള ഭാഗങ്ങളാണ് ഇതിൻ്റെ വേരുകൾക്കടിയിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ പൂക്കൾ വളരെ ബ്യൂട്ടിഫുള്ളാണ്. റെഡ് കളറിലുള്ള നല്ല പൂക്കളാണ്. ഈ പൂക്കളിൽ നിന്ന് തന്നെയാണ് ഇതിന് തൈകൾ ഉണ്ടാവുന്നത് എന്നൊരു പ്രത്യേകത ഈ ഒരു പ്ലാന്റിനുണ്ട്. പിന്നെ ഇതിൻ്റെ തണ്ടുകളിൽ നിന്നും ഇതിൻ്റെ ചുവട്ടിൽ നിന്നും പുതിയ തൈ വരും. എന്നാലും പൂക്കളിൽ നിന്ന് ഇതിന് പുതിയ തൈകൾ വരും. ഇതൊക്കെ ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ്.
സിങ്കോണിയം വെയിൻലാൻഡി എന്നാണ് ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നത്. അതുപോലെ സിങ്കോണിയം റെഡാണിത്. ഇതിങ്ങനെ സ്റ്റിക്കിൽ ഇങ്ങനെ പടർത്തിയിട്ടതാണ്. ഇതേക്കുറിച്ച് മുൻപ് ഞാൻ സിങ്കോണിയത്തിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കൂടെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇതിൻ്റെ തളിരിലകൾ കണ്ടില്ലേ, ഒരു പ്രത്യേക ഷേപ്പിലാണ് വരുന്നത്. റെഡും ഗ്രീനും കലർന്നിട്ടുള്ള ഒരു പ്ലാന്റാണിത്. ഇത് നല്ലൊരു ക്ലൈംബിംഗ് പ്ലാന്റും അതുപോലെ നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റുമാണ്. ഇത് സിങ്കോണിയം ബട്ടർഫ്ലൈ ആണ്. ഇത് മുൻപേ ഞാൻ സിങ്കോണിയത്തിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ക്ലൈംബ് ചെയ്ത് പോകുന്ന നല്ലൊരു ക്ലൈംബർ പ്ലാന്റും കൂടിയാണ്. ഇത് പെപ്പറോമിയ എന്നൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഇൻഡോറിലും ഔട്ട്ഡോറിലും നന്നായിട്ട് തന്നെ വളരുന്ന ഒരു പ്ലാന്റാണിത്. നല്ല കട്ടിയോട് കൂടിയുള്ള ഇലകളാണ്. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും. അകത്താണെങ്കിലും പുറത്താണെങ്കിലും നന്നായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ്. ഈ ലീഫ് നോട്ട്സിൻ്റെ ഇടയിൽ നിന്ന് കണ്ടില്ലേ, റൂട്ടുകൾ വരുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഈ ഭാഗത്തുനിന്ന് കട്ട് ചെയ്തെടുത്താൽ തന്നെ നമുക്ക് ചെറിയ പോട്ടുകളിലാക്കി ഇൻഡോറിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ തന്നെ, നല്ല സ്റ്റോണൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുത്താൽ തന്നെ ഈ ഒരു പ്ലാന്റ് വളരെ ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. എവിടെ വേണമെങ്കിലും ബെഡ്റൂമിലും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. ഇത് ലക്കി ബാമ്പു പ്ലാന്റ് ആണ്. ലക്കി ബാമ്പുവിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണണേ. ഇത് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ്. വളരെ ചെറിയ പോട്ടാണെങ്കിലും നന്നായിട്ട് വളർത്തിയെടുക്കുവാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു ലക്കി ബാമ്പു. ഇതിൻ്റെ വെള്ളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനും പറ്റും. ഇത് ഞാനൊരു സ്റ്റാൻഡിലാണ് വെച്ചിട്ടുള്ളത്. ഈ 2 സ്റ്റെപ്പായിട്ടാണ് ഈ സ്റ്റാൻഡ് വെച്ചിട്ടുള്ളത്. ഈ ഒരു സൈഡിൽ കണ്ടില്ലേ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് എപ്പീഷ്യ പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് നല്ല മഴക്കാലത്ത് ആയതുകൊണ്ട്, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല മഴക്കാലം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഈ സിറ്റൗട്ടിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ടില്ല, നല്ല ഫ്രഷ് ആയിട്ട് നിറയെ പൂക്കളോട് കൂടി നിൽക്കുന്നുണ്ട്. എപ്പീഷ്യയുടെ ഡീറ്റെയിൽഡ് വീഡിയോ, ഇതിൻ്റെ പ്രൊപ്പഗേഷനും കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോ ഞാൻ മുൻപേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കൂടെ കാണണേ. നിറയെ പൂക്കളോട് കൂടി നല്ല ബൊക്കെയായിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ, നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. ഇതിനും പ്രത്യേകിച്ച് വളങ്ങളൊന്നും വേണ്ട. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കെയറിങ്ങിനെ പറ്റി. അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലാത്ത ഷെയ്ഡഡ് ആയിട്ടുള്ള ഭാഗത്താണ് ഇത് കൂടുതൽ നന്നായിട്ട് വളരുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ യഥാർത്ഥ പേര് ഓക്സാലിസ് ട്രയാങ്കുലറീസ് എന്നാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റാണിത്. ഇത് ഇൻഡോറിൽ അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റില്ല. ലൈറ്റ് ഷെയ്ഡഡ് ആയിട്ടുള്ള ഭാഗത്ത് മാത്രം വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. ഓവറായിട്ട് സൺലൈറ്റ് ലഭിക്കുന്ന ഭാഗത്താണെങ്കിൽ ഇതിൻ്റെ വളർച്ച മുരടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ ഒട്ടും പ്രകാശമില്ലാത്ത ഇരുണ്ട ഒരു ഭാഗത്ത് വെക്കുകയാണെങ്കിലും ഇതിൻ്റെ വളർച്ച മുരടിക്കും. പിന്നെ ഡയറക്റ്റ് സൺലൈറ്റ് ഇതിനൊട്ടും താങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇതിന് കൂടുതൽ വാട്ടറിങ്ങും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റാണ്. മഴ ഒട്ടും ഇതിന് ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇവിടെ സിറ്റ് ഔട്ടിനടുത്ത് തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അത്യാവശ്യത്തിന് ലൈറ്റും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല മനോഹരമായിട്ട് വളർന്നിട്ടുണ്ട്. ഇത് അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക് ആണ്. ഇതൊക്കെ മുൻപേ ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല. ഇതും അഗ്ലോണിമയുടെ ഒരു പ്ലാന്റ് ആണ്. പിങ്ക് ഡോട്ട് അഗ്ലോണിമ എന്ന് പറയുന്ന മറ്റൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതൊക്കെ മുൻപ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ്. ഇത് പാൻഡാനസ് വെരിക്കേറ്റഡ് ലീഫ് പ്ലാന്റ് ആണ്. ഇത് നല്ല ഒരു ഗോൾഡൻ കളറും ഗ്രീനും കലർന്നിട്ടുള്ള നല്ലൊരു വെരിക്കേറ്റഡ് പ്ലാന്റ് ആണ്. ഇത് കുറ്റിച്ചെടികളായിട്ടാണ് വളരുന്നത്. ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ ധാരാളം തൈകൾ ഉണ്ടാവും. നമുക്ക് ബോർഡറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ്. ഈ ഒരു ലീഫ് ഉണ്ടല്ലോ, ഇത് നല്ല ലെങ്ത്തിൽ തന്നെ വളരുന്നതാണ്. അപ്പോൾ ഇത് സിറ്റ് ഔട്ടിലാണെങ്കിലും ഷെയ്ഡഡ് ആയിട്ടുള്ള ഭാഗത്താണെങ്കിലും നമുക്ക് ഔട്ട് സൈഡിൽ നല്ല സൺലൈറ്റുള്ള ഭാഗത്താണെങ്കിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സാണ് ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ മതിലിൻ്റെ ഭാഗത്തൊക്കെ ഈ ഒരു ചെടി സെറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അധികം ഹൈറ്റിൽ വളരാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇത് കൊണ്ട് നടക്കാനും നല്ല ഈസിയാണ്. ഇതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ആവശ്യവുമില്ല. അപ്പോൾ എൻ്റെ ഈ ചെടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു.
സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ ഇനാബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇത് റിബൺ പ്ലാന്റ് ആണ്. മുൻപേ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതാണ് ഈ ഒരു ചെടിയെപ്പറ്റി ഞാൻ ഡീറ്റെയിൽഡായിട്ടൊന്നും പറയാത്തത്. ഇത് സിറ്റ് ഔട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ്. ഇൻഡോറിലാണെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. കൂടുതലായിട്ട് വളമോ വെള്ളമോ ഒന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ റൂട്ടുകൾ തന്നെ വെള്ളം ശേഖരിച്ച് വെക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.